അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റേ മൈനിങ് ഏരിയ ഞാൻ വീടിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നമുക്ക് സ്റ്റേയേഴ്സ് വയ്ക്കണം. അപ്പം നമ്മുടെ കൂടെ കളിക്കാൻ സായി ബ്രോ ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റേയേഴ്സ് ഉണ്ടാക്കണം. ഞാൻ ഈ സ്റ്റേയേഴ്സ് മറ്റേ വീടിൻ്റെ അകത്ത് മൈനിങ് ഏരിയ ഉണ്ടാക്കിയിട്ടില്ലേ, അവിടെയാണ് വയ്ക്കാൻ പോണത്. കുറച്ച് ഡീപ്പ് സ്ലെറ്റ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് കൊണ്ട് ഇത്തിരി സ്റ്റേയേഴ്സും കൂടി ഉണ്ടാക്കാം. അത് കുറേ വേണം. നമ്മൾ ആ മൈനിങ് ഏരിയ മുകളിൽ തൊട്ട് താഴെ വരെ നമ്മൾ സ്റ്റേയേഴ്സ് വയ്ക്കാൻ പോവാണ്. പിന്നെ സായി ബ്രോ നെതറിലാണ്, അവൻ ഇവിടെ ഉണ്ട്, അവൻ വരും. പിന്നെ നമുക്ക് വൈറ്റിൻ്റെ ഇത്തിരി സ്റ്റേയേഴ്സ് വേണം. ഓരോ ബ്ലോക്കിൻ്റെ ഇത്തിരി സ്റ്റേയേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റെപ്പ് നമുക്ക് താഴെ കൊണ്ടുവയ്ക്കണം. സായി ബ്രോ നെതറിലേക്ക് പോയത് ഫോർട്രസ് കണ്ടുപിടിക്കാനായിട്ടാണ്. കണ്ടുപിടിച്ചിട്ടില്ല. ഈ സ്റ്റെപ്പ് വെച്ച വേറൊരു യൂസും കൂടി ഉണ്ട്. നമുക്ക് സ്മൂത്തായിട്ട് മുകളിലോട്ടും താഴോട്ടും കയറാൻ പറ്റും. ഫസ്റ്റ് തന്നെ തെറ്റിയിട്ടുണ്ട് സ്റ്റെപ്പ് വെച്ചത്. അത് നമുക്ക് മര്യാദയ്ക്ക് വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് വേറെ ബ്ലോക്ക് കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റേയേഴ്സും കൂടി വയ്ക്കാം. ഇപ്പം നമ്മൾ വെച്ചിട്ടുണ്ട്, താഴെ വരെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട നല്ല സ്മൂത്തായിട്ട് നമുക്ക് മുകളിലോട്ടും താഴോട്ടും വരാൻ പറ്റും നമ്മുടെ മൈനിങ് ഏരിയ. ബെറിയുടെ ഒരു ഫാം പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായി. അതുകൊണ്ട് ബെറിയാണ് ഞാനിപ്പോഴും കഴിക്കുന്നത്. ഞാൻ ഇത്തിരി കൂടി സ്റ്റെപ്പ് താഴ്ത്തേക്ക് വെച്ചിട്ട് ഞാൻ മുകളിലേക്ക് പോയി കാണിച്ചു തരാം. അപ്പോൾ കണ്ട നല്ല സ്പീഡിൽ പോകാൻ പറ്റും. കണ്ട നല്ല സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ സ്റ്റേയേഴ്സ് വെച്ചത്. എനിക്ക് മൈൻഡ് ചെയ്യാനായിട്ട് ഇതിമ്മക്കൂടെ സ്പീഡിൽ വരാൻ പറ്റും. അതിനാണ് നമ്മൾ സ്റ്റേയേഴ്സ് വെച്ചത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡിൽ നമ്മളുടെ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് അവർ പൂച്ചേനെ സ്പോൺ ചെയ്യും ഗൈസ്. അവർ പൂച്ചേനെ പുറത്ത് സ്പോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ കിട്ടിയ പൂച്ചയാണ് എനിക്ക് ഈ ചെറിയ പൂച്ച, വെള്ള കളറിലുള്ളത് കണ്ട. ഈ പൂച്ചേനെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഫിഷ് ഫാം ഉണ്ടാക്കിയില്ലേ, അവിടെയൊക്കെ കൊണ്ടുപോയി വയ്ക്കാം. ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായത് ആ പൂച്ച. ഫിഷ് ഫാം ഉണ്ടാക്കിയെടുത്ത് ഒരു പൂച്ചേനെ വയ്ക്കാം. വീടിൻ്റെ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ 2 പൂച്ചേനെയും കൂടിയും നിർത്താം. ഇതിൽ വില്ലേജർ ബ്രീഡായിട്ട് വേണം ഇതിൻ്റെ ട്രേഡിങ് ഹാളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. പൂച്ചേനെ വെച്ച വേറൊരു യൂസും കൂടി ഉണ്ട്. നമുക്ക് ക്രീപ്പർ വരില്ല. പിന്നെ ഇതിത്തേതോ വില്ലേജർ കുറേ റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 സ്റ്റാക്കിന് മുകളിൽ റെയിൽ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇവറ്റങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വില്ലേജേഴ്സിനെ ഞാൻ 2 സ്റ്റാക്കിന് മുകളിൽ റെയിൽ വെച്ചിട്ടാണ് ഈ വില്ലേജേഴ്സിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 6 വില്ലേജേഴ്സിനെ കൊണ്ടുവന്നു. കണ്ട ഇവിടെ പൂച്ചയൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. അത് ആ വില്ലേജർ ബ്രീഡർ ഫാം ഉണ്ടാക്കിയിട്ടില്ല, അവർ സ്പോൺ ചെയ്യുന്നതാണ് ഈ പൂച്ചകളെ. വില്ലേജേഴ്സ് ഇവിടെയാണ് വന്ന് നിൽക്കുക. അതിൽ കൂടെ ഒഴുകി വന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒഴുകി വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും. അപ്പം ഞാൻ റെയിൽ വെച്ചിട്ട് ഇവരെ ട്രേഡിങ് ഹാളിലേക്ക് കൊണ്ടുപോകും. വില്ലേജർ ഫാം അയ്യൺ എടുത്തിട്ടാണ് ഈ റെയിൽ വെച്ചിട്ട് വില്ലേജേഴ്സിനെ കൊണ്ടുപോയി. അതിനെ ഈ വില്ലേജർ ബ്രീഡാവണില്ലേ, ബ്രീഡായാലല്ലേ കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഫിഷ് ഫാം ഉണ്ട്. ഫിഷ് ഫാം ഉള്ളത് കൊണ്ട് കവർ ചെയ്യണം. സായി ബ്രോ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫെൻസ് വെച്ച് കവർ ചെയ്യാണ്. ഇതായത് നമ്മൾ ഫിഷ് ഫാം യൂസ് ചെയ്യുമ്പോൾ പിന്നിൽ ക്രീപ്പർ വന്ന് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫെൻസ് കഴിഞ്ഞ് ക്രീപ്പറിനൊന്നും വരാൻ പറ്റില്ല, അത് ചാടി കിടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഫെൻസ് നമ്മളിങ്ങനെ വെക്കുന്നത്. ഈ ഫിഷ് ഫാം ഉണ്ടാക്കിയത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഫിഷ് ഫാം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഫിഷ് വരാനായിട്ട്
ഒരു ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ഫിഷ് വന്ന് കുത്തും. അപ്പം തന്നെ നമ്മൾ വലിച്ചെടുക്കേണ്ടത് തന്നെ വന്നോളും. അപ്പോഴാണ് ഫിഷ് കിട്ടുക. നല്ല ലൂട്ടൊക്കെ നമ്മുടെ താഴത്തെ ഒരു ചെസ്റ്റ് ഉണ്ട്, അതിൽ പോയി നിൽക്കും. അങ്ങനെയാണ് ഇത് വർക്കാവണത്. സായി ബ്രോ, നീയേ ഫെൻസ് എടുത്തോണ്ട് പോയോ? ഫെൻസ് കഴിഞ്ഞു, വേഗം എടുത്തോണ്ട് പോയോ? ഇന്ന ഫെൻസ്. പിന്നെ നമുക്ക് ഈ ഫെൻസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കാർപ്പറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റും, ഇങ്ങോട്ട് വരാനും പറ്റും. നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ഹൈറ്റ് കൂട്ടിയിട്ട് ഇങ്ങനെ വെച്ചാലോ? ഇത് ഇങ്ങനെ വയ്ക്കാം. അപ്പം ഞാൻ ലാവയ്ക്ക് വീഴില്ല. ഞാൻ തന്നെ ചിലപ്പോൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ ലാവയ്ക്ക് വീഴും. ഈ കാർപ്പറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. ക്രീപ്പറിനൊന്നും കാർപ്പറ്റിൻ്റെ മുകളിൽ കട ചാടി വരാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു കുക്കിംഗ് ഏരിയ ഉണ്ടാക്കുന്നുണ്ട്. കുക്കിംഗ് ഏരിയ അല്ല, നമുക്ക് ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം. അവിടെ ആകുമ്പോൾ നമ്മൾ ഫർണസിൽ വെക്കുമ്പോൾ കോളും വുഡൊക്കെ വെക്കേണ്ടി വരും ഫ്രൈ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ മൈൻക്രാഫ്റ്റിൽ വേറൊരു സാധനമുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോളൊന്നും ഇല്ലാണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഫയർ ക്യാമ്പ് എന്നാണ് അതിൻ്റെ പേര്. ഫയർ ക്യാമ്പ് വെച്ചിട്ട് നമുക്ക് കോളൊന്നും ഇല്ലാണ്ട് അതിൻ്റെ മുകളിൽ ചിക്കനാ എന്നുവെച്ചാൽ ആ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത ഫിഷ് അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെയാണ് ഷീപ്പിൻ്റെ, കവുവിൻ്റെ, ഹെന്നിൻ്റെ, പിഗിൻ്റെ ഒക്കെ ഫാം വരുന്നത്. അപ്പം നമുക്ക് ഇഞ്ചൻ എടുത്തായിട്ട് ഉണ്ടാക്കാം, എന്നാലേ ഞാൻ ഇത് ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ വീടിൻ്റെ അകത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കില്ല. ഞാൻ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാനായിട്ട് വേണ്ടി വുഡ് കളക്ട് ചെയ്യാണ് ഗൈസ്. അതിനായിട്ട് കോളും വുഡും സ്റ്റിക്കൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്നാലേ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഉണ്ടാക്കി താഴത്ത് വെച്ചിട്ടുണ്ട്, സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ച് നമ്മൾ കുക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വെച്ച് കുക്ക് ചെയ്യും ഗൈസ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മുകളിലത്തെ നമുക്ക് സ്റ്റെപ്പ് വെച്ചാൽ നമുക്ക് അതിൽ കൂടെ നടക്കാൻ പറ്റില്ല അല്ലേ. വേറെ എന്ത് വയ്ക്കാം? നമുക്ക് കോബിൾ സ്റ്റോണിൻ്റെ സ്ലാബ് വയ്ക്കാൻ പറ്റുമോ? കോബിൾ സ്റ്റോണിൻ്റെ സ്ലാബ് വെച്ചോ നടക്കാൻ പറ്റില്ലേ അല്ലേ. ഇതിൻ്റെ ഇത്തിരി അകത്തായിട്ട് വെച്ചാലോ ഇവിടെ ആയിട്ട് വെച്ചാലോ? അപ്പം നമുക്ക് ഇവിടെ വയ്ക്കാം. ഞാനിവിടെ പംകിൻ്റെ ഹെഡ് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ മുകളിൽ സ്ലാബ് വയ്ക്കാം. സ്ലാബ് വെച്ചാൽ നമുക്ക് നടക്കാൻ പറ്റും. പുറത്ത് വെച്ചപ്പോഴാണ് നമുക്ക് നടക്കാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ നമുക്കിത് ഇത്തിരി ഡെക്കറേറ്റ് ചെയ്താലോ, ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ഭാഗം ഇത്തിരി ഡെക്കറേറ്റ് ചെയ്താലോ. നമുക്ക് ഈ കാർപ്പറ്റ് വെച്ചാൽ നമുക്ക് അകത്തേക്ക് വരാനും പറ്റും, പുറത്തേക്ക് പോകാനും പറ്റും. പക്ഷേ ക്രീപ്പറിന് ഇതിൻ്റെ മുകളിൽ കൂടെ പുറത്തേക്ക് വരാനും പറ്റില്ല, അകത്തേക്ക് കയറാനും പറ്റില്ല. നമ്മൾ എന്നാലും ഒരു ഫെൻസിൻ്റെ ഡോറ് വെച്ചിട്ടുണ്ട്. ആ ഡോറ് ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ കയറണമെങ്കിൽ നമ്മുടെ ക്രീപ്പറിനകത്തേക്ക് വരാൻ പറ്റും. അപ്പോൾ അതെപ്പോഴും അടച്ചിടണം. നമ്മളിത് ഡെക്കറേറ്റ് ചെയ്തത് ഇട്ടുണ്ട് നല്ല രീതിയിൽ. ഇനി നമുക്ക് ഇവിടെ അപ്പോൾ ഗൈസ് പിന്നെ നമുക്ക് ഇവിടെ ഇനി ഫുഡ് വെച്ചിട്ട് ഫ്രൈ ഒക്കെ ചെയ്യാൻ പറ്റും ഗൈസ്. ഫിഷൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ.